രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ നമ്മുടെ സപ്താഹ യജ്ഞവേദിയിൽ ഭഗവാൻ അവതരിച്ചു. എല്ലാ ചരാചരങ്ങളുടെയും നിയന്താവായിട്ടുള്ള ഉള്ളിൽ കുടികൊള്ളുന്ന പരിപൂർണ അവതാരം. ധാരാളം അവതാരങ്ങൾ ഭഗവാന്റെ പറയുന്നുണ്ടെങ്കിലും പരിപൂർണ അവതാരമായിട്ട് പറയുന്നത് കൃഷ്ണാവതാരം മാത്രമേ ഉള്ളൂ. ഇനി നാളെ മുതൽ ഉള്ള 3 ദിവസം, 2.5 ദിവസം ഭഗവാന്റെ മായാവിലാസങ്ങൾ മുഴുവൻ വർണ്ണിച്ചു തീർക്കുകയാണ് പരീക്ഷത്തിന്. കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർവിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാംബുഘനാഘനം ചെയ്ത കാര്യം സകലതും ജഗന്മോഹനമോഹനം. അത്ര സുന്ദരമായ കാര്യങ്ങളാണ് ഭഗവാൻ ചെയ്തു തീർത്ത മുഴുവൻ. അത് പറഞ്ഞ് വർണ്ണിക്കാനോ നമുക്കാവില്ല, ദിവസമില്ല, സമയമില്ല, ആവില്ല. എന്തായാലും ഇന്ന് ഈ അവതാരത്തിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞ് നിങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുക. ഭഗവാന്റെ അവതാര സമയത്ത് ഉണ്ടാവുക എന്നുള്ള വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഭാഗ്യത്തിന് ഇത്രയും പേരുണ്ടായത് വളരെ ഭാഗ്യം തന്നെയാണ്. ഭഗവാൻ നമ്മുടെ വരവ്, നമ്മുടെ അവതാരം സ്വീകരിച്ചുകൊണ്ടാണ് മഴ പെയ്തത്. നമ്മുടെ വായനയും നമ്മുടെ ശ്രമവും നമ്മുടെ ആത്മാർത്ഥതയൊക്കെ അവിടെ വൈകുണ്ഠത്തിലേക്ക് അക്നോളജ്മെൻറ്റ് തന്നതാണ് ഈ മഴ. എന്നാൽ ഉപദ്രവിച്ചിട്ടുമില്ല. അപ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊള്ളുക. നാളെ ഇതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി രാവിലെ മുതൽ നാളെ വൈകുന്നേരം കല്യാണമാണ്. കല്യാണ സദ്യ ഉച്ചയ്ക്ക് ഉണ്ടാവും. നേർത്ത വരെ എല്ലാവരും. കല്യാണം വൈകുന്നേരം ഉണ്ടാവും. സാരി പൂജിക്കാം. പുര നിറഞ്ഞു നിൽക്കുന്ന ആൺകുട്ടികളുണ്ട് ഇപ്പോൾ നാട്ടിൽ. പണ്ട് പെൺകുട്ടികളെ പുര നിറഞ്ഞു നിന്ന് അവർക്ക് മുണ്ടും പൂജിക്കാം. വിശ്വാസം ഉണ്ടെങ്കിൽ കേട്ടോ, അല്ലാതെ വേണ്ടേ. അപ്പം ഇതൊക്കെ ഈ വിവാഹത്തിനോട് ബന്ധപ്പെട്ട എല്ലാ ഐശ്വര്യങ്ങൾക്കും രുക്മിണി സ്വയംവരത്തിലെ പൂജ വിശേഷമാണ്. പറ വയ്ക്കാം. ധാരാളം മധുരപലഹാരങ്ങൾ കൊണ്ടുവരാം, പഴങ്ങൾ കൊണ്ടുവരാം, ഒക്കെ നേദിക്കാം, എല്ലാവർക്കും കൊടുക്കാം. ഒന്ന് വീട്ടിലും കൊണ്ടുപോകാം. അങ്ങനെ എല്ലാം കൊണ്ടും നാളത്തെ ദിവസം അതിവിശേഷമാണ്. മറ്റന്നാ പിന്നെ പറയാനുമില്ല. കുചേലിനെ തുടങ്ങി ഇഷ്ടംപോലെ സംഗതികളാണ്. മറ്റന്നാ 15 പറ വെച്ചിട്ടൊരു സദ്യ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഓരോ ദിവസവും വിശേഷമായിട്ട് പോവാണ്. എല്ലാറ്റും നമുക്ക് സാധിക്കട്ടെ, ഭഗവാൻ പ്രാപ്തി തരട്ടെ എന്ന് പറഞ്ഞ് ഇന്നത്തെ വായന സമർപ്പിക്കുന്നു. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യദ പ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതൈ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ശബരി ഗിരീശ ശാശ്വതമൂർത്തെ ശരണം മേ തവ ചരണയുഗം. ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.